الغفار بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇത്തികാഫിലായി അല്ലാഹുവിൻ്റെ ഭവനത്തിലുള്ള ഇരുത്തം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ബദർ യുദ്ധം ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ്. കേവലം ഇസ്ലാമിനെതിരെ വന്ന ഒരു അക്രമത്തെ ചെറുത്തു നിൽക്കുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് അന്ന് നടന്നിട്ടുള്ളത്. കേവലം ഒരു പ്രതിരോധം മാത്രമാണ്. യുദ്ധത്തിന് വേണ്ട ഒരു തയ്യാറെടുപ്പോടുകൂടെ അല്ല ബദറിലേക്ക് സ്വഹാബത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോയിട്ടുള്ളത്. AD 624 ജനുവരിയിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ, മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നിന്ന് 313 ആളുകൾ മാത്രമാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ശത്രുപക്ഷത്ത് നിന്ന് 950 പേര് പങ്കെടുത്തു. അതിൽ 70 പേരും കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ. സ്വഹാബത്തിന്റെ പക്ഷത്ത് നിന്ന് 14 പേര് മാത്രമാണ് അന്ന് വധിക്കപ്പെട്ടത്. മുഹാജിറുകളും അൻസാറുകളും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. 313 മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറുകളുമുണ്ട്, മദീനക്കാരായ സ്വഹാബത്ത് അൻസാറുകളും ഉണ്ടായിരുന്നു. 77 മുഹാജിറുകളും അതുപോലെ തന്നെ 236 അൻസാറുകളുമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ബദറിന്റെ ചരിത്രം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചരിത്രങ്ങളാണ്. അതിൽ നിന്ന് 1-2 നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബറക്കത്തിന് വേണ്ടി അവരനുസ്മരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യം കൂടെയാണ്. അതുകൊണ്ട് 2 വാക്ക് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചപ്പോഴാണ് പിന്നീട് സ്വഹാബത്തിനോടൊക്കെ ഞങ്ങൾ മദീനയിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു. മദീനയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോകുന്നതിന് മുമ്പേ മദീനയിലേക്ക് സ്വഹാബത്തിനെ ഹിജറ പറഞ്ഞയച്ചിട്ടുണ്ട്. നബി തങ്ങൾ ഹിജറ പോകുന്നതിന് തൊട്ടുമ്പത്തെ വർഷമൊക്കെ പല സ്വഹാബത്തിനെയും മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിക്കക്കള്ളില്ലാതെ വന്നപ്പോ പിന്നെ മദീനയിൽ കുറച്ച് സപ്പോർട്ടുണ്ട്. അവിടെ ഇവിടുന്ന് പോയ സ്വഹാബത്ത് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ കുറച്ചും കൂടെ അനുകൂലമാണ് സാഹചര്യം, മക്കയേക്കാൾ അനുകൂലമാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം സ്വഹാബത്തിന് നേരത്തെ അവിടെ നിന്ന് മക്കയിലേക്ക് വരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു പോയവരുണ്ട്. മക്കയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പറഞ്ഞയച്ച ആളുകൾ അവിടെ ഒന്നുകൂടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ നേരത്തെ സ്വഹാബത്ത് മദീനയിൽ എത്തിയിരുന്നു. മദീനയിൽ ഒരു അനുകൂല സാഹചര്യമാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് മക്കയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അവസാനമാണല്ലോ അള്ളാഹുവിന്റെ ഓർഡർ വരാൻ കാത്തു നിന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകാൻ. മക്കയിൽ നിന്ന് വല്ലാതെ പരീക്ഷണങ്ങളും വലിയ പ്രയാസങ്ങളും അക്രമങ്ങളൊക്കെ സഹിച്ചപ്പോഴാണല്ലോ മദീനയിലേക്ക് ഹിജറ പോയത്, മദീന പലായനം നടത്തിയത്. മദീനയിൽ മക്കക്കാരുടെ അക്രമം സഹിക്കവയ്യാതെയാണ് മദീനയിലേക്ക് പോയത്. പക്ഷെ മദീനയിൽ ചെന്ന് നോക്കിയപ്പോഴും മക്കക്കാര് വിടുന്നില്ല. ശത്രുക്കളായ ആളുകൾ അവിടെയും വന്ന് തോണ്ടാൻ വരികയാണ്. അവിടെ വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ മഹാന്മാരായ സ്വഹാബത്തിന്റെയും
അവരുടെ കൃഷികൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ മൃഗങ്ങളെ ആക്രമിക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് അക്രമങ്ങൾ അവരഴിച്ചുവിടാൻ തുടങ്ങി മദീനയിൽ വന്നിട്ട്. മദീന എന്ന് പറഞ്ഞാൽ 450-ലധികം കിലോമീറ്റർ വരുന്നുണ്ട്. 470 കിലോമീറ്റർ ഉണ്ട് മക്കയിൽ നിന്ന്. ഇന്നത്തെ ഹൈവേയിൽ പോയാൽ, അന്ന് ഹൈവേ വഴിയല്ല, ചുറ്റി വളഞ്ഞ് മലകളൊക്കെ കയറി മറിഞ്ഞ് അതിലും കൂടുതൽ യാത്ര ചെയ്യണം. അപ്പോ അത്രയും യാത്ര ചെയ്തിട്ട് അവര് വന്ന് എന്തിനാ വരുന്നത്? ഇവിടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും ആക്രമിക്കുക, ശല്യം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. എന്ത് പ്രയാസപ്പെട്ടിട്ടാണ് മദീനയിലേക്ക് അവർ വരുന്നതെന്നറിയോ? അന്നത്തെ കല്ലും മുള്ളും താണ്ടിക്കടന്ന്, മലകളൊക്കെ താണ്ടിക്കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് പോയ സ്വഹാബത്ത് ബദറിലേക്ക് പോയ ചില റൂട്ടുകളൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വിദേശയാത്രയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ പോയി വാഹനം കൊണ്ട്. അത്ഭുതപ്പെട്ടു പോയി, അജബായി പോയി. എങ്ങനെയാണ്? ഇന്ന് നമ്മൾക്ക് ഹൈവേയിലൂടെ പോയാൽ മതി. കുറെ ഉള്ളിലൂടെ കടന്നു ചെന്ന് മലയിടുക്കുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ യാത്ര ചെയ്ത ചില ഭാഗങ്ങളും ചില ആധാറുകളൊക്കെ അവിടെ കണ്ടപ്പോ പഠിച്ചവനെ, അവരന്ന് യാത്ര ചെയ്ത് എങ്ങനെയായിരിക്കും ഇതൊക്കെ കയറി മറിഞ്ഞതെന്ന് ആലോചിച്ചു പോവുകയാണ്. അത്രയും പ്രയാസം നയിച്ചിട്ടാണ് സ്വഹാബത്ത് അതുവഴി കടന്നു പോയത്. ഏതാണ്ട് അതുവഴിയൊക്കെ തന്നെ ആയിരിക്കും ഈ ശത്രുക്കളും വന്നിട്ടുണ്ടാകുക. നമുക്ക് ഇന്ന് അടയാളപ്പെടുത്താനുള്ള കാര്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ വഴിയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നതും നോക്കുന്നതും തബറൊക്കെ എടുക്കുന്നുണ്ട്. ശത്രുക്കൾ ഏതോ വഴിക്ക് ഓടട്ടെ, ഏതോ വഴിക്ക് പോകട്ടെ, അവരും അതുവഴിയൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതുപോലത്തെ അതിന് സമാനമായ ചില വഴികളിലൂടെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. ഏതായാലും ഇന്നത്തതുപോലെ ഒരു റോഡോ സംവിധാനങ്ങളോ ഇല്ലല്ലോ. അത്രയും പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും അവര് മുസ്ലിമീങ്ങളെ എതിർക്കുക എന്നുള്ളത് വലിയൊരു ജിഹാദായിട്ടാണ് കണ്ടത്. മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ഇന്നും ചില ആളുകൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കയിലെ ഒരു ജനത മദീനയിൽ വന്ന് ഒരാവശ്യവുമില്ലാതെ നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ അവരെ ചൊറിയാൻ വേണ്ടി വരികയാണ്. ഒരാവശ്യമില്ല, ഒരു കാരണമില്ലാതെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനാകുന്നത്. അമേരിക്കയെ ചുക്കാൻ പിടിക്കുന്ന ചില രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട ചില രാജ്യങ്ങളെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ പറഞ്ഞ് അവരെ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അല്ലെ, ഫലസ്തീനിനെ കഴിഞ്ഞ റമദാനിലാണ് കത്തിച്ചാമ്പലാക്കിയത്. നെതന്യാഹുവിന്റെ പട്ടാളം കഴിഞ്ഞ റമദാൻ വരെ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ എരിയിച്ചു കളയുകയാണ്. ഇപ്പൊ ഇറാനിലേക്ക്, മുമ്പ് ഇറാഖിന് അമേരിക്കൻ പട്ടാളം ഒന്നുമല്ലാതെ ആക്കി കളഞ്ഞു. എന്താ ഇതിനൊക്കെ കാരണം അവർ പറഞ്ഞെന്നറിയോ? അവരുടെ അടുക്കൽ ആണവായുധം നിർമ്മിക്കുന്നുണ്ടവർ എന്നാണ് പേര്. ആണവായുധത്തിന്റെ നിർമ്മാണം അവരുടെ കയ്യിൽ നടക്കുന്നുണ്ടെന്ന്. അവസാനം ഇറാഖ് ഇങ്ങോട്ട് ഒന്നും അല്ലാതാക്കി കഴിഞ്ഞപ്പോ പറഞ്ഞു അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇറാനിനെതിരെയുള്ള യുദ്ധം നടക്കുമ്പോഴും ഇതാണ് പറയുന്നത്. ചില ആളുകൾ ഞങ്ങൾ വലിയ ശക്തികളാണ് എന്നവര് തോന്നും. ലോകത്ത് അങ്ങനെയുള്ള വലിയ ഗമനടിക്കുകയും ഞങ്ങളാണ് ലോകത്ത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ അവർ അവകാശപ്പെടുന്നുണ്ട്. അവർക്ക് വലിയ ശക്തിയുണ്ട്, ഒരുപാട് യുദ്ധവിമാനങ്ങളുണ്ട്, 11 വിമാനവാഹിനികൾ അവർക്കുണ്ട്. ഈ അമേരിക്കക്ക് 13,000-ലധികം വരുന്ന യുദ്ധവിമാനങ്ങളുണ്ട്, അവകാശപ്പെടാൻ അവർക്കുണ്ട്. 11 വിമാനവാഹിനികളുണ്ട്, 13 ലക്ഷം വരുന്ന സജീവമായ സൈനികരുണ്ട് അമേരിക്കക്ക്, 8 ലക്ഷം റിസർവ് സൈനികരുണ്ട്, 5000-ലധികം വരുന്ന യുദ്ധ ടാങ്കറുകളുണ്ട്, 80-ലധികം വരുന്ന രാജ്യങ്ങളിൽ അവരുടെ യുദ്ധത്തിനുള്ള താവളങ്ങൾ, സൈനിക താവളങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. 80-ലധികം രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. വെറും GCC 6 കൺട്രിയിൽ മാത്രമല്ല, അവർക്ക് 80-ലധികം വരുന്ന രാജ്യങ്ങളിൽ ഇങ്ങനെ സംവിധാനങ്ങൾ വേറെ രാജ്യങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ അവർ അഹങ്കരിക്കുകയാണ്. മക്കക്കാരും അങ്ങനെയായിരുന്നു. മുശ്രിക്കീങ്ങൾ വലിയ അഹങ്കാരത്തിന്റെ ആളുകളായിരുന്നു. ഞങ്ങൾ ആ മക്കക്കാരാണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, വലിയ തറവാടികളാണ്, വലിയ ആളുകളാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതേ അഹങ്കാരമായി ഇന്നും നിലനിൽക്കുകയാണ് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന അമേരിക്കയും അമേരിക്കയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന രാജ്യങ്ങളും. എന്നാൽ ഇതുപോലെ ചെന്ന് മദീനയിൽ ചെന്ന് മക്ക വിഭാഗത്തിലുള്ള മുശ്രിക്കീങ്ങൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ മഹാന്മാരായ സ്വഹാബത്തിനെയും അവരാക്രമിക്കാൻ തുടങ്ങി.
അങ്ങനെ അക്രമം വല്ലാതെ അഴിച്ചുവിട്ടപ്പോൾ അവർക്ക് പ്രതിരോധം നിർബന്ധമായി വന്ന് പ്രതിരോധിക്കണം. കാരണം വല്ലാതെ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ചെറുത്തുനിൽപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം വേണം. ആ പ്രതികരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് വീണ്ടും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സംഘത്തെയും ആക്രമിക്കാൻ. അങ്ങനെ മക്കയിൽ നിന്ന് പല ആളുകളും പറഞ്ഞു അബൂ സുഫിയാനോട്, ഇനിയിപ്പോ അങ്ങോട്ട് പോകണ്ട, ഇനി പോയാൽ പ്രശ്നങ്ങളാണ്. അബൂ സുഫിയാൻ കേട്ടില്ല. പല കാരണവന്മാരുടെ ഉപദേശവും കേൾക്കാതെയാണ് അബൂ സുഫിയാൻ യുദ്ധത്തിന് വേണ്ടി അവര് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെട്ടു. ഇവിടെയെല്ലാം മഹാന്മാരായ ബദരീങ്ങൾ വലിയ മഹാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലം റമദാൻ 17 വരുമ്പോൾ ഒരു പേരിനൊരു ബദരീങ്ങളാണ്ട് എന്നുള്ളതല്ല, ബദരീങ്ങൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ തഖ്വയുടെ ഉടമകളാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് പ്രവാചകന്മാര് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. അത്ര വലിയ മഹാന്മാരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല. വിശുദ്ധ ഖുർആനിന്റെ ആലു ഇംറാനിൽ അല്ലാഹു പറയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇതിന്റെ ബാക്കി ആയത്തിൽ, ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹുവിന്റെ സഹായം ബദറിനുണ്ടായിട്ടുണ്ട് സ്വഹാബത്തിന്. എണ്ണത്തിൽ ന്യൂനപക്ഷം എന്ന ആളുകൾ മാത്രമാണ് യുദ്ധത്തിന് പോയത്. അതും തന്നെ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, വേണ്ട സന്നാഹങ്ങളൊന്നും തന്നെയില്ല. വഴിയിൽ വെച്ചാണ് യുദ്ധത്തിനൊരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുത്തുപോയ സ്വഹാബത്ത് 950 പേരോട് 313 പേര് യുദ്ധം ചെയ്തിട്ട് ജയിച്ചു എന്ന് പറയുമ്പോ അല്ലാഹു പറയുകയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ. അല്ലാഹുവിന്റെ സഹായമാണ് അവർക്ക് ബദറിൽ ലഭിച്ചത്. എന്തേ ആ ബദറിലെ സഹായം ലഭിക്കാനുള്ള കാരണം? അല്ലാഹുവിനോട് അവർ ഒന്നാമതായി തഖ്വ ചെയ്തവരായിരുന്നു. തഖ്വയാണ് അവരെ വിജയത്തിന് കാരണമായത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. തഖ്വയിലൂന്നി ജയിച്ചവരാണ്. എങ്ങനെയെങ്കിലും ജയിച്ചവരല്ല. തഖ്വയിലൂടെ നേരിന്റെ വഴിയിൽ വന്ന് ജയിച്ചപ്പോൾ അവർക്ക് വിജയവുമുണ്ടായി. പിൽക്കാലത്ത് അവർക്ക് വലിയ മഹത്വവും അല്ലാഹു തആല കൊടുത്തു. മനസ്സിലാക്കണം, ജയിച്ചു. ആ കാലഘട്ടത്തിലെ ജേതാവ് മാത്രമല്ല. നമ്മൾ ഇന്ന് ജയം പല രീതിയിലുണ്ടാകും. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ജയിച്ചാൽ അല്ലെങ്കിൽ ഒരു വിഭാഗം ജയിച്ചാൽ അത് കുറച്ചു കാലത്തിന് ആ ജയത്തിന്റെ ആഹ്ലാദങ്ങളും ആവേശങ്ങളും ഒക്കെ ഉണ്ടാവും. അത് താൽക്കാലിക ചില ജയങ്ങളാണ്. പക്ഷെ എന്നാൽ ബദരീങ്ങളുടെ ജയം തഖ്വയിലൂന്നിയ ജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിൽ മാത്രം അത് ഒതുങ്ങി നിന്നിട്ടില്ല. അള്ളാഹുവിൽ തഖ്വയിലൂന്നിയ വിജയമായതുകൊണ്ട് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിനിടയിൽ വലിയ ഇസ്സത്തിന്റെ വിജയമായി ആ വിജയത്തെ നിലനിർത്തിയത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലടക്കം ബദരീങ്ങളെ അനുസ്മരണം നടക്കുന്നത്. സഹോദരന്മാരെ, ആ ബദരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ബദരീങ്ങൾ അന്ന് ബദർ യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് ജയിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലെ പള്ളിയിൽ ഇരിക്കില്ലായിരുന്നു. ഇതുപോലെ പള്ളിയില്ല. ഇസ്ലാമിന് ഒരു മനുഷ്യന് പോലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനില്ല. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതെ, നമുക്ക് തങ്ങളുടെ ദുആയാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ. പഠിച്ചവനെ, ഈ സൈന്യം അതെ വളരെ എണ്ണത്തിൽ കുറഞ്ഞ ഈ സൈന്യമാണ്, ആയുധമില്ലാത്ത സൈന്യമാണ്, യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഈ സൈന്യത്തെ നീ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ലാ തഅബുദു ഫിൽ അർളി അബദാ, ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ മനുഷ്യരില്ല റബ്ബേ. കാരണം ആ സൈന്യത്തിൽ പ്രവാചകരുണ്ട്, ഭാവിയിൽ വരാനുള്ള ഖുലഫാക്കന്മാരുണ്ട്, മഹാന്മാരായ സ്വഹാബത്തുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. അന്ന് ഹിഫ്ളാണല്ലോ ഖുർആൻ ഉള്ളത്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ ദീന് തന്നെ ഇല്ല റബ്ബേ. അതുകൊണ്ട് ഈ സൈന്യത്തെ നീ ഒരിക്കലും പരാജയപ്പെടുത്തല്ല.
ഇത് തങ്ങളുടെ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. പടച്ചവനെ, ഈ സൈന്യം ഇവിടെ ഇല്ലാതെയായി പോയാൽ നിന്റെ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലേ? അന്ന് ബദരീങ്ങൾ ഒന്നുമില്ല. വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിൻ ഗസ്വതി. മഹാന്മാരായ ബദരീങ്ങൾ വജാദൂ ബി അംവാലിൻ, അവരവരുടെ സമ്പത്തുകളെ എല്ലാം ധർമ്മം ചെയ്തു ദീനിനു വേണ്ടി. വബാഉ നുഫൂസഹും, അവരുടെ ശരീരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അവർ ബൈഅത്ത് ചെയ്തിട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കണോ ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് ബൈഅത്ത് ചെയ്യുകയാണ്. ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിൻ ഗസ്വതിഹി. യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിൽ ഇതെന്റെ തടിമലേക്ക് വരുമെന്ന് പേടികൊണ്ട് പിന്മാറിയവരല്ല ബദരീങ്ങൾ. പഠിച്ചവനെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയേ നബിയേ, ഞങ്ങൾ എന്തിനു വേണോ അങ്ങ് പറയുന്ന തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാണ്. അങ്ങനെയാകണം അണികൾ, അനുയായികൾ അങ്ങനെയാകണം. അതാണ് ഞാൻ നേരത്തെ ഒരു ആയത്ത് ഓതി വെച്ചത്. തഖ്വയിലൂന്നിയിട്ടാണ് അവർ വിജയം ഉണ്ടായത്. അംഗബലം കൊണ്ടല്ല, ആയുധം കൊണ്ടല്ല, പേടിപ്പിക്കാനുമല്ല, എന്തെങ്കിലും പത്രാസ് കൊണ്ടോ ഒന്നുമല്ല അവർ ജയിച്ചത്. അവര് അല്ലാഹുവിൽ തഖ്വയിലൂന്നി നിന്നപ്പോൾ അല്ലാഹു വിജയം കൊടുത്തു. അതുകൊണ്ടാണ് ബദരീങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ആ മഹാന്മാരായ ബദരീങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. എല്ലാ സമ്പത്തും അവർ യുദ്ധത്തിന്, ഇസ്ലാമിന്, ദീനിന് വേണ്ടി ചെലവഴിക്കാനാ കൊടുത്തത്. എല്ലാം കൊടുത്തു. വജാദൂ ബി അംവാൽ, എല്ലാം അവര് വിട്ടുകൊടുത്തു. മുഹാജിരീങ്ങളാണെങ്കിൽ പറയും വേണ്ട. മുഹാജിരീങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ടാ മദീനയിലേക്ക് പോയത്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാൻ വേണ്ടി ജനിച്ച നാട്ടിൽ നിന്ന് നാട് വിട്ടുപോയില്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ നമ്മളോട് മാറിപ്പോകാൻ പറഞ്ഞാൽ, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, കാരണവന്മാരുണ്ടാക്കി വെച്ച സമ്പത്തുകൾക്കിടയിൽ നിന്ന്, നമ്മുടെ പരിചയ സമ്പത്തുകളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് എഴുന്നേറ്റ് പോകാൻ, പുറത്തേക്ക് പോകാൻ പറ്റുമോ? ആ സ്ഥാനത്താണ് മക്കയിൽ നിന്ന്, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നാട് വിട്ടിട്ട് 470 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മറ്റൊരു നാട്ടിലേക്ക് കുടുംബം തന്നെ പറിച്ചു നടുന്നത്. അതാണ് വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും. ആ മഹാന്മാരായ ബദരീങ്ങൾ തഖ്വയിലൂന്നി നിന്നതുകൊണ്ടല്ലേ അവര് വലിയ മഹത്വത്തിലെത്തിപ്പോയത്. നോക്കൂ നിങ്ങൾ, ഹും ജുന്ദു ഫളിൻ വഇഹ്സാനി വമക്റുമതി, ഹും സയ്യിദു മില്ലത്തൽ മുഖ്താരി മിൻ മുളറാ, شموس دين الهدى بذور ملتنا، يا حبذا القوم حقا ما لهم نظرا، مولاي صل وسلم على حبيبك خير الخلق كلهم. ആ മഹാന്മാരായ ബദരീങ്ങൾ വലിയ ഇക്റാമിന് അർഹതയുള്ളവരാണ്. അല്ലാഹു തആല അവരെ വല്ലാതെ ബഹുമാനിച്ചവരുമാണ്. നോക്കൂ നിങ്ങൾ, ചില ആളുകൾക്കൊരു സംശയമില്ലേ, ബദരീങ്ങളെ എന്തിനാണ് ഇത്രയൊക്കെ പൊക്കി പറയേണ്ടതുണ്ടോ? ആ ബദരീങ്ങളെ ഇങ്ങനെ അനുസ്മരണം നടത്തേണ്ടതുണ്ടോ? അവരെ പേരിൽ ഇങ്ങനെ ഭക്ഷണവും ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടോ? ബദരീങ്ങളുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തേണ്ടതുണ്ടോ? ചിന്തിക്കുന്നവരില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുന്ന ഹദീസാണ്. അത്താ ജിബ്രീലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്.
ആരാണ് ബദരീങ്ങളെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നബിയേ മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും, അല്ലയോ നബിയേ ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ മനുഷ്യർക്കിടയിൽ എന്ത് വിലയാണ് നിങ്ങൾ വെക്കുന്നത് നബിയേ? ബദരീങ്ങൾക്ക് എന്താ നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം? അതിന്റെ ചുരുങ്ങിയ ആശയം, ബദരീങ്ങള് ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു, ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും യാ റസൂലല്ലാഹ്, നബിയെ എന്താണ് ബദരീങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള പ്രാധാന്യം വല്ല ഉണ്ടോ? ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുത്താണല്ലോ, എന്തെങ്കിലും വലിയ പവിത്രതയുണ്ടോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നത്തെ മുസ്ലിം ലോകം 100 തവണ ആവർത്തിച്ച് കേൾക്കേണ്ട ബുഖാരിയുടെ വചനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് ശ്രേഷ്ഠതയ്ക്ക് അവകാശമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും പവറുള്ളവരും ശ്രേഷ്ഠതയുള്ളവരുമായിട്ടാണ് ബദരീങ്ങളെ കാണുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദരീങ്ങളെ ആണ്ട് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി ഏതൊരാണ്ടും കഴിക്കാനുള്ളൂ. നമ്മുടെ ബാപ്പാന്റെ ആണ്ട്, ഉമ്മാന്റെ ആണ്ട്, അമ്മായിന്റെ ആണ്ട്, ഭാര്യന്റെ ആണ്ട്, മക്കളെ ആണ്ട്, ഇതിലേറെയെല്ലാം മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ബദരീങ്ങൾ ആണ്ട് കഴിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് മുസ്ലിമാണ് സഹോദരാ? അല്ലേ? എത്ര വലിയ മഹാന്മാർ! തീർന്നില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മറുപടി പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിന് അല്ലാഹു കൊടുത്ത മഹത്വം തഖ്വയിലൂന്നിയ പോരാട്ടമായതുകൊണ്ട് അല്ലാഹു കൊടുത്തൊരു മഹത്വമാണ്. ഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, വകദാലിക നബിയേ, അങ്ങ് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റിയുള്ള നേതാക്കളായി അംഗീകരിച്ചത് ബദരീങ്ങളെയല്ലേ? എന്നാൽ ഞങ്ങളുടെ മലക്കുകളുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെ. മൻ ശഹിദ ഫീനാ മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് 5000 മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവർ വന്നവരല്ലേ? ആ മലക്കുകൾ 5000 പേര് ഞങ്ങളെ മലക്കുകളെ കൂട്ടത്തിലുമുണ്ട്. മലക്കുകളെ കൂട്ടത്തിൽ നിന്ന് അന്ന് ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ പ്രാധാന്യമുണ്ട് നബിയേ. മലക്കുകളെ കൂട്ടത്തിൽ അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത 5000 മലക്കുകളുണ്ട്. ആ മലക്കുകൾക്കും ബദറിൽ പങ്കെടുത്തതിന്റെ പ്രാധാന്യം മലക്കുകൾക്കിടയിലുണ്ട് എന്ന് മഹാനായ മലക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അപ്പോ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മനുഷ്യർക്കും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകൾക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ബദരീങ്ങളുടെ അനുസ്മരണത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അവരെ നമ്മൾ അനുസ്മരിച്ചിട്ടില്ല എങ്കിൽ ആരെയാണ് പിന്നെ അനുസ്മരിക്കേണ്ടത്? അല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു കാലത്ത് രാജ്യത്ത് പ്രധാനമന്ത്രി സ്ഥാനത്തോ മുഖ്യമന്ത്രി സ്ഥാനത്തോ MLA സ്ഥാനത്തോ ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ ഒരു അനുസ്മരണമൊക്കെ നടക്കും. ആ അനുസ്മരണം പോലെയല്ല ഇത്. നമ്മുടെ ആത്മീയ വിശ്വാസത്തിന്റെ എല്ലാമായി മാറിയ നമുക്കിത് കൈമാറി വരാൻ അറ്റുപോകുന്ന ഒരു സാഹചര്യത്തിൽ ജീവൻ നൽകിയ മഹാന്മാരാണ് സ്വഹാബത്ത്. അവരന്ന് തയ്യാറായില്ലായിരുന്നെങ്കിൽ ഇവിടെ മുറിഞ്ഞു പോയേനെ. അവരെ തയ്യാറെടുപ്പ് കൊണ്ടാണ് നമ്മളിലേക്ക് ദീനെത്തിയത്. അപ്പോൾ അല്ലാഹു തആല മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, ബദരീങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ലഅല്ലല്ലാഹു അസ്സ വജല്ല اطلع على أهل بدر فقال اعملوا ما شئتم فقد غفرت لكم. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ബദരീങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ എന്ത് ചെയ്താലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് എന്ത് തെറ്റും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാസ് കൊടുക്കല്ല, അള്ളാഹുവിന് അവരോടുള്ള ഇഷ്ടം കൊണ്ട് പറയാൻ നിങ്ങൾ. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ആ പോരാട്ടം ഉണ്ടായത്. അത്രയും വലിയ വിഷമഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച വലിയ ഒരു സാഹചര്യമായിരുന്നു സ്വഹാബത്തിൻ്റെത് അന്ന്. ആ സാഹചര്യത്തിൽ തങ്ങളെ സഹായിച്ചപ്പോഴാണ്
ഒരുപാട് മുഅ്ജിസത്തുകൾ നിറഞ്ഞ ബദർ യുദ്ധത്തിൽ ആ ബദരീങ്ങൾക്ക് അല്ലാഹു തആല വലിയ മഹത്വം ലഭിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മുഅ്ജിസത്തുകൾ എത്രയാണെന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നും രാത്രി തലേന്ന് ദിവസം രാത്രി കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ചൊല്ലിയ ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റാണ്. ഞാൻ നേരത്തെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പല ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ വലിയ പവറുള്ള ദിക്റാണ്. നമ്മളെ എന്തെങ്കിലും കുടുങ്ങിയെന്ന് കാണുമ്പോൾ നമുക്ക് ചൊല്ലിയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ദിക്ർ കൂടെയാ യാ ഹയ്യു യാ ഖയ്യൂം. നമ്മൾ എന്തെങ്കിലുമൊക്കെ നടക്കുമോ നടക്കില്ലേ, പടച്ചോനെ അതൊന്നും നടന്നു കിട്ടണോ എന്നാഗ്രഹം വെച്ചിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു യാ ഹയ്യു യാ ഖയ്യൂം കുറച്ച് ചൊല്ലിയാൽ അതിന് വലിയ പവറുണ്ട്. എല്ലാ നബിമാരിലും അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനാകുന്നുണ്ട്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ കൂട്ടിച്ചേർത്ത ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. ആ ദിക്ർ ചൊല്ലി തങ്ങൾ ദുആ ചെയ്ത പഠിച്ചവനെ, ഈ സമൂഹത്തെ നീ നശിപ്പിച്ചു കളയാൻ പാടില്ല. യുദ്ധം തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മുഅ്ജിസത്തുകൾ ഉണ്ടായി. ഉക്കാശ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉക്കാശ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, പഠിച്ചവനെ, നബിയെ ആകൊരു വാള് കയ്യിലുണ്ടായിരുന്നു, ആകൊരു വാള്. ആ വാളാണെങ്കിൽ ഒരു ചങ്ങാതിൽ രണ്ട് പൊട്ടിച്ചപ്പോ വാള് പൊട്ടിപ്പോയി. പൊട്ടിയ വാളിന്റെ കഷ്ണമായിട്ട് ഉക്കാശ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. നബിയെ, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ്. ആകെ കുറച്ച് ആയുധവും കുറച്ച് അംഗങ്ങളുണ്ട്. ഉള്ള അംഗങ്ങളെ കയ്യിലുള്ള ആയുധം പൊട്ടിപ്പോയാൽ എന്താ അവസ്ഥ? ഓടി വരികയാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു. ഉക്കാശ റളിയല്ലാഹു അൻഹു ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. തങ്ങളോട് പരാതി പറഞ്ഞു, നബിയെ, യുദ്ധം ചെയ്യുന്നതിനിടയിൽ എന്റെ കയ്യിലുള്ള വാള് പൊട്ടിപ്പോയി നബിയേ, വാള് പൊട്ടിപ്പോയി നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹു ജദ്ലൻ മിൻ ഹതബിൻ, ഒരു ഈന്തപ്പനയുടെ മെഡൽ അവിടെ കിടക്കുന്നുണ്ട്, ഒരു പട്ട അവിടെ കിടക്കുന്നുണ്ട്. അതെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയിട്ട് അങ്ങ് യുദ്ധം ചെയ്തോ. ഉക്കാശ റളിയല്ലാഹു അൻഹു വാള് പൊട്ടിയെന്ന് പറഞ്ഞു വന്നപ്പോ ഈന്തപ്പനന്റെ ഒരു മടലവിടെ കിടക്കുന്നുണ്ട്, ഇത് എടുത്താൽ കൊടുത്തു പോയി നല്ലോണം 4 പൊട്ടിച്ചെന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയി. ഉക്കാശ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അതുകൊണ്ട് യുദ്ധം ചെയ്തു, ബദറിൽ ജയിക്കുന്നത് വരെ അത് ഞാൻ വാളായി ഉപയോഗിച്ചു. മാഷാ അല്ലാഹ്. എന്തിനാണ് അവിടെ പഞ്ചമുള്ളത്? എന്തിനാണ് അവിടെ പഞ്ചമുള്ളത്? ആയുധമില്ലെങ്കിൽ എന്ത്, അനുയായികളില്ലെങ്കിൽ എന്ത്, ലോകത്തിന്റെ എല്ലാമായ നേതാവ് കൂടെ ഉണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുത്ത ഈന്തപ്പന മടലുമായി ശത്രുവിന്റെ മുമ്പിലെത്തുമ്പോൾ വാളായി മാറുകയാണ്, വെട്ടുകയാണ്. ഉക്കാശ റളിയല്ലാഹു അൻഹു പറയാൻ, ചരിത്രം അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ബദറിൽ പല മുഅ്ജിസത്തുകളും വെളിവായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച് ചെറിയ 2 മക്കൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ ബദറിന്റെ രണാങ്കണത്തിൽ അതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാണ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ പഠിച്ചവനെ, ബദർ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്തതാ 2 ചെറുപ്പക്കാരായ 2 ചെറിയ മക്കൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ചെറിയ മക്കളാണ്, വലിയ പ്രായമൊന്നുമായിട്ടുള്ള ചെറിയ 2 യുവാക്കൾ. അവര് രണ്ടുപേരും ഒരേ പ്രായത്തിൽ 2 സഹോദരങ്ങളാണ്. അവരിങ്ങനെ ഇടത്തും വലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാൻ, ഞാനിങ്ങനെ യുദ്ധക്കളത്തിൽ നിന്നിട്ട് ഈ തിരക്കിനിടയിൽ നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നു. എന്താ ഇവര് ഓടുന്നത് നോക്കിയപ്പോ അവരെന്നോട് വന്നിട്ട് വെച്ചു, ഏതാണ് ഈ അബൂജഹൽ ഒന്ന് കാണിച്ചിരുന്നു വെച്ചു. അപ്പൊ ഇവർക്ക് അബൂജഹൽ ആരാന്നറിയില്ല. അപ്പൊ ആരോ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിച്ച ചങ്ങാതിയാണ് ഈ അബൂജഹൽ. ഈ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് അബൂജഹൽ കേട്ട് പരിചയം ഉണ്ടാവും. മുത്തനബിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞ ആളാണ്, മോശത്തരം പറഞ്ഞു. പക്ഷെ ഇവർക്ക് അബൂജഹൽ ഏതാ സാധനം എന്നറിയില്ല. ഇവരിതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ബാക്കി ശത്രുക്കളൊന്നും ഇവര് നോക്കണില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാൻ, ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് ഓടും, കുറച്ച് ഇങ്ങോട്ട് 2 എണ്ണത്തിന്റെ ഇടയിൽ കൂടി കടന്ന് ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ എന്നോട് വന്നിട്ട് ഇതിന്റെ ഇടയിൽ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഏതാണ് ഈ അബൂജഹൽ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും ഇങ്ങനെ നോക്കിയപ്പോ കുറച്ച് നേരത്തെ അബൂജഹലിനെ കാണാല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പുറത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് കാണിച്ചു, ആ നിൽക്കുന്ന സാധനമാണ് ഈ അബൂജഹൽ പറഞ്ഞു. കുട്ടികൾ പറഞ്ഞ വാക്ക് പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്ക് ഓടിച്ചെന്ന് ചാടി വീണു അബൂജഹലിനെ. അവനപ്പ സൈസാക്കി. ഇതാണ് ചെറുപ്പക്കാരത്തിന് ഈമാൻ ഉണ്ടായാലല്ല, ചെറുപ്പക്കാരുടെ കയ്യിൽ ഈമാൻ ഉണ്ടായാൽ അതാണ് ചൂടോടെ കൈകാര്യം ചെയ്യും. ചെറുപ്പക്കാരുടെ കയ്യിൽ ഈമാൻ വേണം. ചെറുപ്പക്കാര് മുന്നിട്ടിറങ്ങണം, എല്ലാ വിഷയങ്ങൾക്കും പറഞ്ഞു തീരുമാനാകും.
ഈ ചെറിയ മക്കൾ ഓടി വന്നു. ചെറിയവരും വലിയവരുണ്ട്. ആദ്യം ചെറിയവരെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ചെറിയ ആളുകളെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവരുടെ സഹോദരൻ സഅദ് റളിയല്ലാഹു അൻഹും, രണ്ട് ചെറിയ ചെറുപ്പക്കാരാണ്, 16 വയസ്സേ ഉള്ളൂ. ആ ചെറുപ്പക്കാർ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ മക്കളൊന്നും പോരണ്ടെന്നാണ് തിരിച്ചു പറഞ്ഞയച്ച് യുദ്ധത്തിന്റെ ലിസ്റ്റിൽ നിന്ന് അവരെ വെട്ടി അവരെ മാറ്റി നിർത്തിയപ്പോ അവർ കരയാൻ തുടങ്ങി. എന്തിനാ കരയണത്? ടൂർ കൊണ്ടുപോയിട്ടല്ല കരയണത്. അള്ളാഹുവിന്റെ ദീനിന് പോരാടാനുള്ള അവസരത്തിന് വേണ്ടി അവർ കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞയച്ചപ്പോ, ഞങ്ങൾ പോകൂല നബിയെ, ഞങ്ങൾക്ക് അവസരം വേണം. പഠിച്ചവരെ, ആ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ബക്കാഉഹു, അവരെ കരയുകയാണ്. അവരെ കരച്ചിൽ കണ്ട അജാസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സമ്മതം നൽകി. യുദ്ധത്തിന് പോകുന്ന സംഘത്തിൽ അവരെയും ചേർത്തു. എന്നിട്ടോ ആ ചെറുപ്പക്കാരായ യുവാക്കൾ ഫഖാതല ഹത്താ ഖുതില, അവര് മരിക്കുന്നത് വരെ, ഷഹീദാകുന്നത് വരെ ബദറിൽ യുദ്ധം ചെയ്ത മഹാന്മാരാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുള്ള, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനോടുള്ള സ്നേഹം കൊണ്ട് എല്ലാം സമർപ്പിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ദീനിനെ മുഴുവനും ആദ്യം പൊരുത്തപ്പെടണം, അല്ലാത്തവരൊരിക്കലും കഴിയൂല. അല്ലേ? എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ പൊരുത്തപ്പെടണം. അല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും പരിപൂർണമായിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ദീനിനെയാണ് നമ്മൾ ആദ്യം പൊരുത്തപ്പെടേണ്ടത്. നോക്കൂ നിങ്ങൾ, ഞാൻ ചുരുക്കുകയാണ്. ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങൾ അവരുടെ അതിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്ന്, ജിഹാദിന്റെ മഹത്വം എന്താണ്, ജിഹാദ് എന്താണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. യുദ്ധം ചെയ്യുക, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുക എന്നുള്ള വലിയൊരു മനസ്സുകൊണ്ടാണ് സ്വഹാബത്ത് മുഴുവൻ അതിലേക്ക് ഇറങ്ങിയത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അയ്യുൽ അമലി അഫ്ളലു ഫഖാല ഈമാനും ബില്ലാഹി വറസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കാൻ, നബിയെ, ഏറ്റവും നല്ല അമൽ എന്താന്ന് ചോദിച്ചു. ഏറ്റവും നല്ല അമൽ എന്താ, ശ്രേഷ്ഠമായ അമൽ ഏതാന്ന് ചോദിച്ചു. ഫഖാല ഈമാനും ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഏറ്റവും ആദ്യത്തെ അമൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. രണ്ടാമത്തെ ചോദ്യം വന്നു, നബിയെ, രണ്ടാമത്തത് എന്താണ്, പിന്നെയുള്ള അമൽ ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടലാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഇത് യുദ്ധം ചെയ്യാനുള്ള പ്രേരണയല്ലേ? അല്ലേ? ഇസ്ലാം യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഈ ഹദീസ് ഏറ്റവും നല്ലൊരു അമല് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണെന്ന് പറയുമ്പോൾ ഇത് യുദ്ധത്തിനെ പ്രേരിപ്പിക്കലല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുദ്ധ സാഹചര്യങ്ങൾ, പോരാട്ടത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടണം. പോരാട്ടം എന്ന് പറഞ്ഞാൽ വാളും കുന്തവും എടുത്തിട്ട് ഉള്ള പോരാട്ടം മാത്രമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് ജനങ്ങളിൽ എത്തിക്കാനും ആ ദീനിനെ നശിപ്പിക്കുന്നവർക്കെതിരെ ഏത് രീതിയിലുള്ള പോരാട്ടവും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ജിഹാദാണ്. ഒന്നുകൂടെ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജിഹാദിൽ പങ്കെടുക്കുമെന്ന് ചോദിക്കുന്നവരോടാണ് എന്റെ സംസാരം. അള്ളാഹുവിന്റെ ദീന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും ആ ദീനിനെ ഇല്ലായ്മ ചെയ്യുന്നവർക്കെതിരെയുള്ള ഏത് രീതിയിലുള്ള നീക്കുപോക്കുകളും ജിഹാദാണ്. അത് ജിഹാദിൽ പെടും. ആ ജിഹാദിനെ കുറിച്ച് കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്,
അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലുള്ള എല്ലാ പോരാട്ടവും. അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തെറ്റിദ്ധരിച്ച മനുഷ്യർക്ക് അള്ളാഹുവിന്റെ കൃത്യമായ ദീനിനെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ, അതിനെന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ട് ശ്രമം നടത്തണമോ അതൊക്കെ നടത്തുമ്പോൾ അത് അള്ളാഹുവിന്റെ ഫീ സബീലില്ലായുള്ള ഒരു ജിഹാദാണ്. അള്ളാഹുവിന്റെ ദീനിനെ ഇല്ലായ്മ ചെയ്യാനും അതിൽ കൂട്ടിക്കടത്തലുകൾ കൊണ്ടുവന്നിട്ടും ഉള്ളതിനെ വെട്ടിച്ചുരുക്കിയിട്ടും ചിലർ ഈ ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് അതിനെതിരെയുള്ള എല്ലാ നിലപാടുകളും സത്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള എഴുത്തുകൾ വരെ അത് ജിഹാദിൽ പെടും. എല്ലാം. അപ്പൊ നമുക്ക് ജിഹാദില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ജിഹാദുണ്ട്. വാളെടുത്തിട്ട് കുത്തല് മാത്രമല്ല ജിഹാദ്. അങ്ങനെ ചില ആളുകൾ ഇക്കാലഘട്ടത്തിൽ മനസ്സിലാക്കിയവരുണ്ട്. വാളെടുത്ത് 4 കുത്തു കൊടുക്കണം, അപ്പോഴാണ് ജിഹാദ് ആവുള്ളൂ. അല്ല, ജിഹാദ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ നിയമവും രാജ്യത്തിന്റെ വിലക്കുകളും ലംഘനം ചെയ്യുക എന്നുള്ളതല്ല ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ നിലകൊള്ളുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും അത് ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ ഒന്നാമത്തെ പാഠം. അത് കഴിഞ്ഞിട്ടാണ് ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ മറ്റുള്ള ഒരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് കൊണ്ടുപോയിട്ട് ജിഹാദ് ഉണ്ടാക്കലല്ല മുസ്ലിമിന്റെ പണി. പക്ഷേ നീതിയുടെ, നിയമത്തിന്റെ, ന്യായത്തിന്റെ, നെറിയുടെ ഭാഗത്ത് നിന്നിട്ട് പോരാടുക എന്നുള്ളത് ജിഹാദാണ്. വാളെടുത്ത് മനുഷ്യനെ ആക്രമിക്കുക, കുത്തിയവനെ തിരിച്ചു കുത്തുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമമല്ല. അത് കോടതിക്കാണ് അധികാരമുള്ളത്. അത് ഇസ്ലാമിന്റെ നിയമമല്ല, ഇസ്ലാമിക കോടതിക്കാണ് അധികാരമുള്ളത്. കൊന്നവനെ തിരിച്ചു കുത്താൻ ഇസ്ലാമിനുണ്ട് എന്ന് പറയല്ലോ. കൊന്നവനെ തിരിച്ചു കുത്താൻ ഇസ്ലാമിനുണ്ട്. ആരോട് കുത്താനാ പറഞ്ഞു? കൊന്നവനെ തിരിച്ചു കൊല്ല, കുത്തല്ല, കൊന്നവനെ തിരിച്ചു കൊല്ല. കൊന്നവനെ തിരിച്ചു കൊല്ല എന്ന് പറഞ്ഞാൽ ആരോട് കൊല്ലാനാ ഇസ്ലാം പറഞ്ഞു? ആരോട് കൊല്ലാനാ പറഞ്ഞു? കൊന്നവനും ബാക്കിയുള്ള ഓന്റെ ബാക്കിക്കാരുമായിട്ട് മറ്റവനെ കൊല്ലാനാണല്ലോ അല്ല പറഞ്ഞത്. ഒരാളെ കൊന്നാൽ അവന്റെ അനുജനും ജ്യേഷ്ഠനും കൂടി മറ്റവനെ പോയി കൊല്ലാനല്ല ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാമിക കോടതി കൊല്ലുന്ന പറഞ്ഞത്. ഇസ്ലാമിക കോടതി കൊല്ലും, അല്ലാതെ കൊന്നവനെ തിരിച്ചു കൊല്ലും ഇസ്ലാമിക ഭാഗം വിചാരിച്ചിട്ട് രാജ്യത്തിന്റെ നിയമം നോക്കൂല. ഒന്നും ഇവിടെ കൊന്നു അവിടെ അപ്പ കൊന്നു, ഏതെങ്കിലും ഒരു നിരപരാധിനെ കൊന്നു, പാടില്ല അല്ലേ? ഇവിടെ കൊന്നാൽ അപ്പോഴേക്ക് എവിടെയെങ്കിലും ഒരുത്തനെ കൊല്ലുക. അവനോട് അനുകൂല ആദർശത്തിലോ ആശയത്തിലോ ഏതെങ്കിലും ഒരു നിലപാടിൽ അവനോട് യോജിപ്പുള്ള ഒരു മനുഷ്യനെ കാസർഗോഡ് ഒരുത്തനെ കൊല്ലുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് മണിക്കൂർ 24 തികയുമ്പോഴേക്കും അവിടെയും കുത്തി ഒരുത്തനെ. ആരാ കൊല്ലാൻ പറഞ്ഞത്? ഇസ്ലാം പറഞ്ഞോ? ഇല്ല. ഇസ്ലാം പറഞ്ഞത് ഇസ്ലാമിക കോടതി കൊല്ലുന്ന. കൊന്ന ജനങ്ങൾക്ക് തിരിച്ചു കൊല്ലാൻ അവകാശമൊന്നുമില്ല. കോടതിയുണ്ട്, ഇസ്ലാമിക കോടതി എന്നതുപോലെ ഒരു രാജ്യത്ത്, ഇസ്ലാമിക രാജ്യമല്ലാത്ത ഒരു രാജ്യത്ത് നിലകൊള്ളുമ്പോൾ ആ രാജ്യമാണ് അതിനിടയിലുള്ള ശിക്ഷാ നടപടികൾ എടുക്കേണ്ടത്, വിധികൾ എടുക്കേണ്ടത്. ഇവിടെ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, നിയമപാലകരുണ്ട്, എല്ലാം ഉണ്ട്. അവരാണ് ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത്, അല്ലാതെ മനുഷ്യരൊരിക്കലും അതിൽ കൈകടത്തേണ്ടതല്ല. ഇസ്ലാമിക യുദ്ധത്തിന്റെ കാലഘട്ടങ്ങളിൽ അന്ന് ഭരണവും ഭരണാധികാരികളും കോടതിയും എല്ലാം കൂടെ ഉണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിലും വലിയ കോടതി എന്താണ്? തങ്ങളും മദീനയും മൊത്തം ഇളകി വന്നിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലായിരുന്നു, പ്രതിരോധമായിരുന്നു, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതല്ല. അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളുടെ യുദ്ധത്തിൽ നിന്നും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പോരാട്ടം. ഈ കാലഘട്ടത്തെ ഏറ്റവും വലിയ പോരാട്ടം കുത്തും തല്ലും ഇടിയും പിടിയൊന്നുമല്ല. അള്ളാഹുവിന്റെ ദീനിനെ കളങ്കപ്പെടുത്തുന്നവർക്ക് ദീനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരെയും തെറി പറയലല്ല, അവർക്ക് നല്ല രീതിയിൽ ദീന് മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹുവിന്റെ ദീന്, യഥാർത്ഥമായ ദീന് പറഞ്ഞോ എഴുതിയോ എങ്ങനെയെങ്കിലും രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദഅവത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ബദരീങ്ങളുടെ പാഠത്തിൽ നിന്ന് ഒന്നാമത്തത് അതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എല്ലാം അവരെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ളവരുടെ പോരാട്ടം. രണ്ടാമത്തേത് നോക്കൂ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. അവരുടെ ആ ചെറിയ മക്കളുടെ പോരാട്ടവും ഞാൻ പറഞ്ഞു നിങ്ങളോട്, യുദ്ധത്തിന്റെ സൈന്യത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയപ്പെട്ടപ്പോൾ അവരുടെ സങ്കടവും നിലവിളിയും ഞാൻ പറഞ്ഞു. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ്. അതുപോലെയാണ് വിശ്വാസത്തിൽ വലിയ ശക്തി വേണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലാ വലാ തഹിനു വലാ തഹ്സനു വലാ തഹിനു, നിങ്ങൾ ഒരിക്കലും ദുർബലരായി പോകരുത്.
വലാ തഹ്സനൂ, നിങ്ങൾ ഒരിക്കലും വലിയ സങ്കടമുള്ളവരായി മാറരുത്. കാരണം അല്ലാഹു പറയുകയാണ് വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുന്നത്, ഇസ്സത്തിലുള്ളത്. നിങ്ങളെക്കാൾ പ്രതാപമുള്ളവർ വേറെ ആരുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിന്റെ 139-ാമത്തെ ആയത്ത് ശരിക്ക് നമ്മുടെ മനസ്സിൽ കുത്തിടേണ്ട ആയത്താണ്. വലാ തഹനു വലാ തഹസനു, നിങ്ങൾ എന്തിനാണ് പരിഭ്രാന്തിപ്പെടുന്നത്, പേടിക്കുന്നത്, ദുർബലപ്പെടുന്നത് എന്തിനാണ്? അല്ലാഹു പറയാണ് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല. വഅൻതുമുൽ അലൗന, നിങ്ങളാണ് ഏറ്റവും ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്നവർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, മുഅ്മിനീങ്ങളാകണം. മുഅ്മിനല്ലാത്തവന് പേടിയും ബേജാറൊക്കെ ഉണ്ടാവും. മുഅ്മിനായവന് അള്ളാനെ മാത്രമേ പേടിക്കേണ്ടുള്ളൂ, വേറൊരു മഖ്ലൂക്കിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ട് അള്ളാഹ് അവിടെ കൂട്ടിച്ചേർത്ത് ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ വഅൻതുമുൽ അലൗന, നിങ്ങളെക്കാൾ വേറെ മുകളിൽ ആരുമില്ല, നിങ്ങളാണ് ഏറ്റവും ടോപ്പിൽ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് വേറെ ആരും അള്ളാനല്ലാതെ വേറെ ആരും പേടിക്കാനില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഏറ്റവും ടോപ്പിൽ. നിങ്ങൾക്ക് വിഷമമില്ല, സങ്കടമില്ല, നിങ്ങൾക്ക് സങ്കടങ്ങളില്ല, ഒന്നുമില്ല. കാരണം നിങ്ങൾ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചവരാണ്. ഇത് ബദരീങ്ങളുടെ ഒരു ഉദാഹരണം. അവരുടെ വിശ്വാസത്തിലെ ശക്തിയായിരുന്നു. അവര് വിജയിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിജയിക്കും. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തങ്ങൾ പറയുന്നുണ്ട്, യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ആയത്ത് ഓതുന്നുണ്ട്, ഇവരെ എല്ലാം അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന ആയത്തുണ്ട്. ആ ആയത്ത് ഓതിയപ്പോ തന്നെ സഹാബത്തിന് ഉറപ്പായി ഇതിപ്പോ നമ്മൾ ജയിക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും അവര് ജയിക്കും വിചാരിച്ചിട്ട് പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. ജയം ഉറപ്പായാലും നമ്മുടെ അധ്വാനം കുറയ്ക്കരുത്. പരീക്ഷ ചോദ്യമൊക്കെ സിമ്പിൾ ആയിരിക്കും, എന്നാ പിന്നെ കുറച്ചൊക്കെ നോക്കിയാൽ മതി, കുറച്ച് ബാക്കിയൊക്കെ അങ്ങനെ പോയിക്കോളും എന്ന ചിന്തയല്ല. നല്ലപോലെ അധ്വാനിച്ചാൽ നല്ലപോലെ വിജയിക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ അധ്വാനത്തിന്റെ പിന്നിലാണ് ജയം ഉണ്ടാവുക. സ്വഹാബത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന മുഅ്ജിസത്തിന്റെ കേദാരം കൂടെ ഉണ്ടായിട്ടും അവര് അധ്വാനിക്കാതിരുന്നില്ല, അവർ അധ്വാനിച്ചു, പരിശ്രമിച്ചു. അപ്പോഴാണ് അല്ലാഹു തആല മലക്കുകൾ ഇറക്കി കൊടുത്തത്. മലക്കുകൾ നല്ല വാല് വെച്ച തലയെക്കെട്ടും കെട്ടിയ മൂലയന്മാരെ പോലെ വന്നിറങ്ങിയത്. തഴവസ്താദിന്റെ ബൈത്തിൽ പാടുന്നതാണ് പറയുന്നത്. നല്ല വാല് വെച്ച വെള്ള തലപ്പാവ് ധരിച്ച 5000 നല്ല തലപ്പാവുധാരികൾ ഇങ്ങനെ വന്നിറങ്ങി ബദറിൽ. ആ മലക്കുകളുടെ വേഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴല്ലേ ഇബ്ലീസ് ഓടിയത്. ഇബ്ലീസ് ഇങ്ങനെ വന്നില്ലേ, ഇബ്ലീസ് വന്നിട്ട് ഇങ്ങനെ അബൂജഹലിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മളുണ്ട് യുദ്ധത്തിന്. അബൂജഹലിന്റെ കൂടെയുള്ള മക്കത്ത് നിന്ന് പോരാത്ത ചില കേമന്മാരൊക്കെ ഉണ്ടായി, യുദ്ധത്തിന് പോരാത്തവര്. ആ കേമന്മാരെ രൂപത്തിൽ വന്നിട്ട് അബൂജഹലിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു നമ്മളുണ്ട് യുദ്ധത്തിന്. അപ്പൊ അബൂജഹൽ വിചാരിച്ചു ആ മക്കത്ത് നിന്ന് വരാത്തവരൊക്കെ വന്നു. ഇബ്ലീസ് അവരുടെ രൂപത്തിൽ വന്നതാ. യുദ്ധത്തിലേക്ക് ഇങ്ങനെ സഫിലേക്ക് മുമ്പോട്ട് ഇങ്ങനെ വന്നപ്പോ, മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോ അബൂജഹലിനോട് പറഞ്ഞു, കുറച്ചെത്തി അബൂജഹലിനോട് പറഞ്ഞു കൈ ഇങ്ങോട്ട് വിടുകയെന്ന് പറഞ്ഞു. ആ ഇബ്ലീസ് പിന്തിരിഞ്ഞ ഒറ്റ ഓട്ടം. അല്ലേ എങ്ങോട്ട് നിങ്ങൾ പോകണമെന്ന് വെച്ചല്ല, ഞാൻ നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് ഒറ്റ ഓട്ടം ഓടി. കാരണം എന്താ, മൂപ്പര് മലക്കുകൾ ഇറങ്ങി വരുന്ന മൂപ്പര് കണ്ടു, ഇബ്ലീസ് കണ്ടു. അപ്പൊ ഇബ്ലീസിന് മനസ്സിലായി ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞേ ഇനി അറവുമാലാത്തറവും, ഞങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. യാ അല്ലാഹ്, ഒറ്റ ഓട്ടം ഓടി ഇബ്ലീസ്. അങ്ങനെ മലക്കുകൾ ഇറങ്ങി വന്ന് അല്ലാഹു വലിയ വിജയം കൊടുത്ത മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ മൗലിദ് ഇങ്ങനെ ഓതുമ്പോ കാണാം, അവരുടെ വഫാത്തിന് ശേഷം അവര് മൺമറഞ്ഞു പോയതിന് ശേഷം അവരുടെ കറാമത്തുകളും അവരുടെ കാവലുകളും എല്ലാം ചരിത്രത്തിൽ വെളിവായത് കാണാൻ പറ്റും നമുക്ക്. ബദർ മൗലിദിന്റെ ഹിക്കായത്തിൽ കാണാം. ഹജ്ജിന് പോയപ്പോൾ ബദരീങ്ങളെ പേരുകളെല്ലാം അസ്മാഉ ബദർ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോയി. ആ വീട്ടിൽ കള്ളൻ വന്നപ്പോൾ ആ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ നോക്കിയപ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാരെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ കള്ളൻ തിരിച്ചുപോയി. 2-ാം ദിവസം വന്നു ഇതേ ശബ്ദം. 3-ാമത്തെ ബദർ മൗലൂദ് നമ്മൾ ഓതുന്ന മൗലൂദില് ഹിക്കായത്തിലുള്ളതാണ്. 3-ാമത്തെ ദിവസം വന്നു, അപ്പോഴും ഇതന്നെ ശബ്ദം. അപ്പൊ ഹജ്ജിന് പോയ ആള് പെരന്റെ ഓണർ തിരിച്ചു വന്നപ്പോ ഈ കള്ളം വന്നിട്ട് ചോദിച്ചു, ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ വന്നപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാരെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, എന്താ ചോദിച്ചു.
മൂപ്പര് പറഞ്ഞു, ഞാനൊന്നും ചെയ്തു വെച്ചിട്ടൊന്നുമില്ല, ഞാൻ ഒരു ആയത്ത് ഇവിടെ എഴുതി വെച്ചു, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന ആയത്തും അതുപോലെ തന്നെ ഞാൻ ബദരീങ്ങളുടെ അസ്മാവും ഇവിടെ എഴുതി വെച്ചിരുന്നു. അവരുടെ കാവലാണ് അള്ളാഹു, അവരെ കൊണ്ട്, അവരെ ബറക്കത്തുകൊണ്ട് എന്റെ വീടിന് സംരക്ഷണം തന്നതാണ് എന്ന ഹിക്കായത്തിൽ കാണാൻ പറ്റും. അപ്പൊ ബദരീങ്ങളെ കൊണ്ട് നമുക്ക് ഹിഫ്ളുണ്ട്, അവരെ കൊണ്ട് നമുക്ക് ബറക്കത്തുണ്ട്, അവരെ കൊണ്ട് അള്ളാഹു വലിയ കാവല് നൽകുന്നുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ഭാര്യ സന്താനങ്ങളിലും ജോലിയിലും കച്ചവടത്തിലും ഇടപാടുകളിലും എല്ലാവിധ ഖൈറാത്തുകളും അള്ളാഹു നൽകുമാറാകട്ടെ.